40 വർഷത്തിലേറെ സിനിമാ പാരമ്പര്യമുള്ള അതുല്യനായ കലാകാരൻ ശ്രീ മോഹൻലാലിൻ്റെ സംവിധാനത്തിലൊരുങ്ങുന്ന ആദ്യ സിനിമ ബറോസ് ദി ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് എന്ന സിനിമ 3Dയിലാണ് കണ്ടത്. തികച്ചും വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായ അനുഭവമാണ് സിനിമ സമ്മാനിച്ചിട്ടുള്ളത്. നമ്മൾ സിനിമ കാണാൻ തുടങ്ങി, സംവിധാനം മോഹൻലാലിനെ എഴുതി കാണിക്കുമ്പോൾ മാത്രമാണ് തിയേറ്ററിൻ്റെ ഉള്ളിൽ ഞാൻ ആകെ ഒരു അനക്കം കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ കാണുന്നത് അവസാനിക്കുന്ന സമയത്ത് ശ്രീ മോഹൻലാൽ സംവിധാനം എഴുതി കാണിക്കുന്ന സമയത്ത് മാത്രമാണ് അത് കണ്ടിട്ടുള്ളത്. കാരണം ഒരു പതിഞ്ഞ താളത്തിലാണ് സിനിമ മൊത്തത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ആയാലും അതിൻ്റെ രംഗങ്ങളാണെങ്കിലും എല്ലാം വളരെ പതിഞ്ഞ താളത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിരസത നമുക്ക് എപ്പോഴും ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, എൻഗേജിങ് ആകുന്ന ഒരു രംഗങ്ങളും ഫസ്റ്റ് ഹാഫിലോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലോ ഒന്നും നമുക്ക് സമ്മാനിക്കുന്നില്ല. ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ, എല്ലാവർക്കും സുപരിചിതമായൊരു കഥ ഒരു വ്യത്യസ്തമായൊരു പശ്ചാത്തലത്തിൽ സംസാരിക്കുകയാണ് മോഹൻലാൽ. പക്ഷേ ആ പശ്ചാത്തലത്തിൽ സംസാരിക്കുമ്പോഴും ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. കാരണം ഇതെല്ലാവർക്കും അറിയാവുന്നതും എല്ലാ സ്ഥലങ്ങളിലും ഫിറ്റാവുന്നതുമായ ഒരു കഥയാണ് ബറോസിൻ്റേതെന്നുള്ളത്. ഒരു ഭൂതം തൻ്റെ പ്രിയപ്പെട്ടവർ തന്നോട് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചില കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതാണ് സിനിമ മൊത്തത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ കടമ നിർവഹിച്ച് അദ്ദേഹം തിരിച്ചു പോകുന്നത് മാത്രമാണ് ഈ സിനിമ നമ്മളോട് സംസാരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എന്നെ വിസ്മയപ്പെടുത്തുന്ന ഒന്നും തന്നെ ആ സിനിമയിലുണ്ടായിരുന്നില്ല. നേരെ ചൊവ്വേ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് കുട്ടികളാണ്. അവരുടെ കളർ ടോണുകളും അവരുടെ പറ്റുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങളും അവരോടുള്ള സംസാര രീതിയുമാണ് മൊത്തത്തിൽ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള പൂമ്പാറ്റ, കളിക്കുടുക്ക, ബാലരമ, അതിലൊക്കെ കണ്ടിട്ടുള്ള ഈ മായാവിയുടെയും അതേപോലെ കുട്ടൂസിൻ്റെയൊക്കെ ഡ്രസ്സിൻ്റെ കളർ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ ഒരു ടോണിൽ തന്നെയാണ് മൊത്തത്തിലുള്ള വിഷ്വൽസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നേരെ മറിച്ച് ഇപ്പോൾ ഒരു അഡൽസിന് പറ്റുന്ന സിനിമയാണ് അങ്ങനത്തെ, അല്ലെങ്കിൽ ഒരു 3D അങ്ങനത്തെ ഒരു പടം നമ്മൾ കാണുന്ന സമയത്ത് ഇത്തിരി കൂടി കോൺട്രാസ്റ്റഡ് ആയിട്ടുള്ള പല രംഗങ്ങളും നമുക്ക് കാണേണ്ടതായിട്ട് വരും. പക്ഷേ ഇതിലങ്ങനെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള സംസാരങ്ങളും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള സംസാര ശൈലികളും. ഇപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ മോഹൻലാൽ ഒരു സീനിൽ പറയുന്നത് മുതിർന്നവരോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുക എന്നൊക്കെ സംസാരിക്കുമ്പോൾ കുട്ടികളോട് സംസാരിക്കുന്ന രീതിയിലാണ് ലാലേട്ടൻ്റെ അഭിനയ ശൈലി വരെ ഇതിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇതിൻ്റെ ചില രംഗങ്ങൾ നോക്കുകയാണെങ്കിൽ കടലിൻ്റെ അടിത്തട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ മീനുകളെയും പവിഴപ്പുറ്റുകളെയും അതുപോലെ തന്നെയുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് മൊത്തത്തിൽ അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ഒരിക്കലും ഒരു അഡൾട്ടിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ലാലേട്ടൻ ചെയ്തു വെച്ചതല്ല, ഇത് പ്യുവർലി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. അതായത് ഒരുത്തരൊരു ഭൂതം ഉണ്ടായിരുന്നു, ആ ഭൂതത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, ഇവരിങ്ങനെ പെട്ടുപോയതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഇതിന് കുറേ കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ കുറേ പേര് വരുന്നു, അവർക്ക് ഇതുവേണ്ടി കുറേ കാര്യങ്ങൾ കൊടുക്കാൻ ഭൂതം തയ്യാറായി നിൽക്കുന്നു. ഇങ്ങനെ രീതിയിലൊരു കഥ പറഞ്ഞു പോകുന്ന രീതിയിലാണ് ഈ സിനിമ മൊത്തത്തിൽ എടുത്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നിരാശപ്പെട്ടതിൽ വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇത് കറക്റ്റായിട്ടുള്ളൊരു ഓഡിയൻസ് ഇതിനു വേണ്ടി കയറണമെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ ആ കുട്ടികൾ അങ്ങനത്തെ ആൾക്കാർ കയറണം. കാരണം അവർ ഈ സിനിമ കണ്ടിട്ട് ദേ ബറോസ് പാപ്പ എന്നൊക്കെ പറയുന്ന രീതിയിൽ ആർത്ത് വിളിക്കുന്ന രീതിയിലായിരിക്കും ഈ സിനിമ മൊത്തത്തിൽ എടുത്തു വെച്ചിട്ടുണ്ടാവുക. ഇതൊരിക്കലും ഒരു ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ TV-യിലോ കാണേണ്ട ഒരു സിനിമയല്ല. മസ്റ്റ് വാച്ച് തിയേറ്റർ സിനിമ അർഹിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ബറോസ് ദി ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങളെല്ലാവരും ഒരു എന്താ പറയുക, ക്രിസ്മസ് സമയത്ത് ഫുൾ ഫാമിലിയായിട്ട് തിയേറ്ററിൽ പോയിട്ട് ബറോസ് കാണണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം പ്യുവർലി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരിക്കലും ഒരു അഡൽട്ടിനെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള രംഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ സിനിമയിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. സോ നേരെ മറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.